ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മളൊരു ക്ലാസ് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മെഹന്തിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ അതൊക്കെ വേണ്ടതെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ എനിക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമ്മുടെ ഈ ബെല്ലൈക്കൺ ഓളാക്കി വെച്ചാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എത്തും കേട്ടോ. അപ്പം ഈ ക്ലാസ് കഴിയുമ്പോഴേക്കിന് എല്ലാവർക്കും നന്നായിട്ട് മൈലാഞ്ചി ഇടാൻ കഴിയണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുപോലെ നിങ്ങളും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മെഹന്തി ഇടാൻ കഴിയും. ഇതുവരെയും തീരെ ഇടാൻ അറിയാത്തവർക്കും നല്ല രീതിയിൽ ഇടാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് ബേസിക് ഹെന്ന എലമെൻറ്റ്സ് ആണ് കേട്ടോ. നിങ്ങളൊരു നോട്ട് കൂടെ എഴുതി വെക്കുകയാണെങ്കിൽ ഫ്രീ ആകുന്ന ടൈമിൽ നോട്ട് എഴുതിയും വെക്കാം കേട്ടോ. നോട്ടിൽ വരച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ബേസിക് ഹെന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ബേസിക് ഹെന്ന എലമെൻറ്റ്സിൽ ഫസ്റ്റ് വരുന്ന എലമെൻറ്റ് ലൈൻസ് ആണ് കേട്ടോ. ലൈൻസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നത്, എത്ര തരം ലൈൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു OHB ഷീറ്റും A4ഉം കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലൈൻ എന്ന് പറയുമ്പോൾ ലൈൻസ് തിൻ ലൈന് തിക്ക് ലൈനാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിൽ തിൻ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എങ്ങനെ നമ്മൾ ലൈൻ വരയ്ക്കുക, ഒരു കയ്യിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ബോർഡിൽ കയ്യിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെയല്ലേ വരയ്ക്കുക. ഇങ്ങനെയല്ല നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. മൈലാഞ്ചി ഇടുന്ന സമയത്ത് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ ബോർഡിൽ ടച്ച് ചെയ്യാതെ പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ കോൺ വെച്ചിട്ട് ഈ ഒരു ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച ലൈനും ഇപ്പോൾ വരച്ച ലൈനും വ്യത്യാസം കണ്ടില്ലേ. അതായത് ഇങ്ങനെ നമ്മൾ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെഹന്തിക്ക് കൊടുക്കുന്ന പ്രഷറും നമ്മൾ ആ നീക്കുന്ന സ്പീഡും ഒരേ രീതിയിലായാലാണ് നമുക്ക് ഈ ലൈന് നല്ല കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ലൈൻ ഇങ്ങനെ കട്ടായി പോവും, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രിങ് പോലെയൊക്കെ അങ്ങനെയൊക്കെ ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, ആ ഒരു പ്രഷറിൽ തന്നെ ആ സ്പീഡിൽ തന്നെ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ലൈന് കയ്യിലിടുമ്പോൾ വരയ്ക്കുക. ഈ ലൈൻ എന്ന് പറയുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാൻ തന്നെ അറിയാലോ. മെഹന്തി ഇടുമ്പോൾ എന്തായാലും ലൈൻ വരയ്ക്കേണ്ടി വരും. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടി നമുക്ക് ഈ ട്യൂബിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ലൈൻ നോക്കുന്നത് തിക്ക് ലൈനാണ്. തിക്ക് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു തിൻ ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ മുകളിൽ വരച്ച് അതേപോലെ ഒരു തിൻ ലൈൻ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ തൊട്ട് മുന്നത്തെ ഭാഗത്തു നിന്ന് ഒന്ന് പ്രഷർ കൊടുത്ത് വരച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ 2 തിൻ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യുന്നതിനെയാണ് തിക്ക് ലൈൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് നമ്മൾ മുകളിൽ വരച്ച അതേപോലെ തിൻ ലൈൻ വരയ്ക്കുക. അങ്ങനെ 2 തിൻ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഒഴിവാകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ലൈനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഈ ലൈന് നമ്മൾ മെഹന്തി ഇടുമ്പോൾ വരയ്ക്കാനും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ട്യൂബിന് കൊടുക്കുന്ന പ്രഷറും അതേപോലെ ആ മെഹന്തി വരുന്നതൊക്കെ ഒന്ന് ലെവലായി നമ്മൾ കയ്യിൽ ട്യൂബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ 2 ലൈന് വരയ്ക്കുക. അങ്ങനെ അടുപ്പിച്ചും ഗ്യാപ്പിട്ടൊക്കെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. സാധാരണ തിക്ക് ലൈൻ നമ്മൾ വരയ്ക്കൽ സാധാ ബോർഡ് ടച്ച് ചെയ്ത് ഇങ്ങനെ വരയ്ക്കൂലേ. അപ്പോൾ അങ്ങനെ വരച്ചാൽ നല്ലൊരു രീതിയിൽ കിട്ടൂല, നീറ്റായിട്ട് കിട്ടൂല കേട്ടോ. ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് തിക്ക് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ തിൻ ലൈനും തിക്ക് ലൈനും നോക്കിയില്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് സിഗ്സാഗ് ലൈനാണ് കേട്ടോ. സിഗ്സാഗ് ലൈൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ബോർഡ് ടച്ച് ചെയ്യാതെ ഫസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിന്നെ ബോർഡിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് സിഗ്സാഗ് ലൈൻ എന്ന് പറയാം കേട്ടോ. ഗ്യാപ്പ് വരികയാണെങ്കിൽ നമുക്കതൊന്ന് ജസ്റ്റ് തൊട്ട് മുന്നിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ബോർഡ് ടച്ച് ചെയ്യാതെ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് സിഗ്സാഗ് ലൈൻ എന്ന് പറയാം. നമ്മൾ കോണിന് കൊടുക്കുന്ന പ്രഷർ കുറവ് വരികയാണെങ്കിൽ ഇങ്ങനെ ചുരുണ്ടൊക്കെ വരും കേട്ടോ. ലൈൻ കണ്ടില്ലേ, ഇതുപോലെയൊക്കെ വരും. അപ്പോൾ നമ്മൾ മുകളിൽ ലൈൻ വരച്ച് അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ വരയ്ക്കുക. ഇതിനെയാണ് സിഗ്സാഗ് ലൈൻ എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു 3 സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് തിൻ ലൈനും തിക്ക് ലൈനും സിഗ്സാഗ് ലൈനും. ഇനി നമുക്ക് വേവി ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം. വേവി ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു യു ഷേപ്പിലൊക്കെ വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെയാണ്
വേവി ലൈൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളൊരു ലൈനാണ്, എന്നാലും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയെന്ന് ഒരൊറ്റതായിട്ട് പറയാം. ആദ്യം തിൻ ലൈന് നോക്കി, പിന്നെ നമ്മൾ നോക്കിയത് തിക്ക് ലൈനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേനും പ്രാക്ടീസ് ചെയ്യണേ. കണ്ടില്ലേ, ഇതുപോലെ തിക്ക് ലൈന് നോക്കി. പിന്നെ സിഗ്സാഗ് ലൈനാണ് നമ്മൾ നോക്കിയത്. ഇങ്ങനെയാണ് സിഗ്സാഗ് ലൈന്. പിന്നെ നമ്മൾ നോക്കിയത് വേവി ലൈനാണ് കേട്ടോ. ഇതിപ്പോൾ ട്യൂബ് കയ്യാനായതുകൊണ്ടാണ് ഒന്ന് മിക്സിങ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വേവി ലൈന്. അപ്പോൾ ഇത്രയും ലൈൻസാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ബാക്കി എലമെൻറ്റ്സൊക്കെ ഓരോ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.